ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇലയടയാണ്. ഇലയില്ലാതെ ഇലയട. ഇത് മാവാണ്, ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ മാവ്. ഇത് ശർക്കര ഇടാം, പഞ്ചസാരയും. ഞങ്ങൾക്ക് ഇവിടെ പഴം ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് പഴവും തേങ്ങയും കൂടെയാണ്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, പക്ഷേ അത് അനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ വെക്കുക കഴിയുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ തേങ്ങ അത്രയും പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരു മയം കിട്ടും കുറച്ച്. ഞാനതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇലയില്ലാതെ ഇലയട ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇത് ബേക്കിംഗ് പേപ്പറാണ്. ഈ പേപ്പറിൽ ഞാൻ അട പരത്താൻ പോവുകയാണ്. നമ്മൾ ഇലയിൽ പരത്തുന്നത് പോലെ തന്നെ ഈ ബേക്കിംഗ് പേപ്പറിലും നല്ലപോലെ നമുക്ക് അട പരത്താൻ പറ്റുമേ. നല്ല കട്ടി കുറച്ച് നല്ല അടയായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വെള്ളം തൊട്ട് നല്ലപോലെ പരത്തി, തേങ്ങയും ശർക്കരയും വെക്കുന്നവർക്കാണെങ്കിൽ തേങ്ങയും ശർക്കരയും വെച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര, ഇവിടെ പഞ്ചസാരയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്തത് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ പഞ്ചസാര ഇഷ്ടപ്പെടണമെന്നില്ല, ഹെൽത്തി അല്ലല്ലോ പഞ്ചസാര. അപ്പം നമുക്ക് വേണമെങ്കിൽ ശർക്കരയാണെങ്കിലും ഇടാവേ. നല്ലപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടി ഇങ്ങോട്ട് കുറയുവേ. നമ്മൾ ഇല മടക്കുന്ന പോലെ തന്നെ ഇങ്ങനെ മടക്കാം. നമ്മളവിടെ എല്ലാം പരത്തി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇഡലിയുടെ തട്ടിലേക്ക് വെച്ച് ആവി കയറ്റാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് വേവാനായിട്ട്. നമുക്ക് ഇഡലി വെച്ചിട്ട് ഇങ്ങനെ എല്ലാത്തിനും ആവി കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ നമുക്ക് നിരത്തി വെക്കാവേ. നിരത്തി വെച്ചൊരു 15 മിനിറ്റ് എടുക്കും ഇന്ന് വേവാൻ. നോക്കി ഇലയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ സൂപ്പർ അടയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാകും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും.